കണവ കൊണ്ട് നമ്മൾ പല റെസിപ്പീസും ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കണവ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം, ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇത്രയും കണവയാണ് തോരന് വേണ്ടിയിട്ട് എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതവിടെ കണവയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ കത്രികയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കത്തിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകും. അപ്പം കത്രിക കൊണ്ട് തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. തോരനായതുകൊണ്ടാണ് ഇത്രയും ചെറുതാക്കി നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ചുവന്നുള്ളിയും അതേപോലെ ഒരു ചെറിയ സവാളയും കൂടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചുവന്നുള്ളിയും സവാളയും കൂടെ അരിഞ്ഞെടുക്കേണ്ടുള്ളത്. തോരന് വേണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ കണവ വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുമ്പോഴേക്കും വെള്ളമൊന്നും ചേർത്തെടുക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നോളും. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളം ഊറി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്നും കൂടെ കൂട്ടിയിട്ട് കൊടുത്താൽ മതിയാകും. ഇതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം വറ്റി വരുമ്പോഴേക്കും ഇതിൻ്റെ വേവും കറക്റ്റ് ആയിക്കോളും. അല്ലാതെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. നമ്മളിപ്പോൾ ഇത് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും വെള്ളം ഊറി ഇറങ്ങിക്കൊള്ളും. നമ്മളിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് അടപ്പൊന്ന് മാറ്റി നോക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കണ്ടില്ലേ വെള്ളം ഊറി ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് നല്ലതുപോലെ വെള്ളം ഊറി ഇറങ്ങി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, പിന്നീട് തീ കൂട്ടിയിട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ കുറച്ചും കൂടെ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം. വെള്ളം കുറഞ്ഞു വരുമ്പോൾ നമ്മൾ അടുക്കി പിടിക്കാതെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നല്ലതുപോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാനെടുത്ത് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും മുളകും കറിവേപ്പിലയും അതേപോലെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റാനായിട്ട് പോകുന്നത്. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ 2 കഷ്ണം ചുവന്നുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയണ്ട. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. നമുക്കിത് ചുവന്നുള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കണവയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോഴേക്കും ഇത് നമുക്കിപ്പോഴൊന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നമ്മൾ വരട്ടി എടുക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവാത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റിയാണ്. അതേപോലെ നമ്മൾ ചോറിനോടൊപ്പം വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ കൂടി നമുക്ക് കഴിക്കാം. അത്ര ടേസ്റ്റിയാണ്. ഇനി ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കേണ്ടവർക്ക് ഒന്നും കൂടി ഇട്ട് വരട്ടി എടുക്കാവുന്നതാണ്. ഇതിപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.